ഷിദ ജഗത് കൂടി എന്നോടൊപ്പം മിംസ് ആശുപത്രിയിൽ നിന്ന്. ഷിദ, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകൾ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടോ? നിഷാദ്, രണ്ടുപേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നുള്ളതിൽ അല്പസമയത്തിനകം തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അതിൽ ഒരാളെന്ന് പറയുന്നത് 19 വയസ്സ് മാത്രമുള്ള ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് അതീവ ഗുരുതരമായുള്ള പരിക്കേറ്റിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തുകയാണ്. ICUവിലാണ്. രണ്ടുപേരാണ് ICUവിൽ ഇപ്പോൾ ഉള്ളത്. അവരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മറ്റ് 5 പേർ കൂടെ ചികിത്സയിലുണ്ട്. അതിൽ ഒരാളാണ് മലയാളി. മറ്റുള്ളവരെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഈ മലയാളി എന്ന് പറയുന്നത് അവിടുത്തെ സൈറ്റ് എഞ്ചിനീയറായ ഒരു പുഞ്ചു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ, അതായത് ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ ഇവർക്കില്ല. ഈ 2 പേരുടെ നിലയാണ് ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നത്. ആശുപത്രിയിൽ അതിനുള്ള എല്ലാ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ കൂടെ ചെയ്യുന്നുമുണ്ട്. എന്തായാലും മൃതദേഹങ്ങളൊക്കെ 3 പേരുടെ മൃതദേഹം ഉണ്ടായിരുന്നു. ആ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും 1 മണിയോടുകൂടെ തന്നെ റോഡ് മാർഗം, നേരത്തെ കരിപ്പൂർ വഴി വിമാനത്തിൽ കൊണ്ടുപോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 1 മണിയോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഈ തൊഴിലാളികളുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാനും ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനുമാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ശരി, ഷിദയാണ് വിവരങ്ങൾ നൽകിയത്.